ഇപ്പൊ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് മോശപ്പെട്ട വീഡിയോസ് വരുന്നുണ്ട് അല്ലെ, തുണിയില്ലാണ്ട് ഉള്ള വീഡിയോസ് വരെ വരുന്നുണ്ട്. നമ്മളൊക്കെ തുണി എടുത്താണ് എന്തെങ്കിലും വീഡിയോസ് ചെയ്യണം. അതുകൊണ്ട് അപ്പൊ ഈ മറൈൻ ഡ്രൈവ് പോലത്തെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. മറൈൻ ഡ്രൈവ് അവിടെ ചെല്ലുമ്പോൾ ഒരു ഈ പഠിക്കാൻ പോണ കുട്ടികൾ ചെയ്യുന്ന പല കാര്യങ്ങൾ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്യാൻ പോയിരുന്നു. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മോനെ ഞങ്ങൾ മാറിയിരിക്കും, അല്ലെങ്കിൽ വീഡിയോയിൽ വന്നങ്ങൾക്ക് പ്രശ്നം എന്ന് പറയുന്നത്. ആലുവ അമ്പലത്തിന്റെ അടുത്തൊരു പാലം ഉണ്ടല്ലോ, അതിന്റെ അവിടെ ചെന്ന് മുമ്പ് കാണുന്ന പറഞ്ഞാൽ ഈ കോളേജ് പഠിക്കുന്ന സ്കൂൾ പിള്ളേർ തൊട്ട് അത് പല പരിപാടി നടത്തുന്നുണ്ട്. ഇതൊക്കെ ആ നാട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ കണ്ടിട്ട് അതിലൂടെ കൈ കെട്ടി പോകുന്നുണ്ട്. ഈ ആലുവയിലുള്ള ഒരു ടീമിന്റെ അടുത്ത് നീയൊക്കെ അവിടെ വീഡിയോ ചെയ്യാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ആലുവ പാലത്തിന്റെ അവിടെ, അതായത് ആലുവ ക്ഷേത്രത്തിലേക്ക് പോകുന്ന പാലത്തിന്റെ അവിടെ എന്നും വൈകിട്ട് 3 മണി തൊട്ട് അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. താഴെ പോയി കഴിഞ്ഞാൽ ചേട്ടന് അവിടെയുള്ള പിള്ളേരൊക്കെ ഒന്ന് അടിച്ചു ഓടിക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്റെ PM-ൽ വന്നു. പിന്നെ അഭിലാഷ കറക്റ്റ് കാര്യം നീ പറഞ്ഞേ, അതൊന്നും അവിടെ ഒരു പോലീസും ഇല്ല, ഒന്നുമില്ല എന്ന്. കാര്യം പഠിക്കാൻ പറ്റുന്ന പിള്ളേരെ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ അസൂയൊന്നും അല്ല പറഞ്ഞത്. ഓരോ പെൺകുട്ടികളെ ഇതൊക്കെ വേറെ ആരെങ്കിലും വീഡിയോ എടുത്തിട്ടാലോ ആ കൊച്ചു നാളെ ഒരു കല്യാണം ഉണ്ടാവും. ഈ പാർക്കിന്റെ തൊട്ട് താഴെ നിങ്ങൾ വേണമെങ്കിൽ ആരും വീക്ഷിച്ചോ. പിന്നെ അതുപോലെ മറൈൻ ഡ്രൈവ് പോയി കഴിഞ്ഞാൽ എന്താ പരിപാടി നടക്കുന്നത്? അപ്പൊ ഇതൊന്നും ചോദിക്കാൻ ആൾക്കാരില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പിള്ളേരെ മെസ്സേജ് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ അയ്യോ ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഒരുത്തനോട് ചോദിച്ചു, നീ എന്തിനാ ഞാൻ പിള്ളേർക്ക് പോകാൻ കൊടുക്കണം? ആ കൊച്ചു വളർന്നു വലുതായിട്ട് പോകാൻ കൊടുക്കുന്നവരെ ഞാൻ ചോദിച്ചു. അതിലൊരു ഇതുണ്ട്, താങ്കൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കൊണ്ടിരുന്ന ഒരു താരമാണ്. താങ്കളെ പോലുള്ളവർ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമുക്കിപ്പം താങ്കൾ പറഞ്ഞ സ്ഥലങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇപ്പൊ മറൈൻ ഡ്രൈവിൽ പോകുന്ന ആൾക്കാരെ കുറച്ച് പേര് അപ്പൊ കണ്ടതേ ഉള്ളൂ, അല്ലെങ്കിൽ ആലുവയിലാണെങ്കിൽ ആ പോകുന്ന ആൾക്കാർ അപ്പൊ കുറച്ച് പേര് അത് കണ്ടേ ഉള്ളൂ. പക്ഷെ ഈ യൂട്യൂബിലൂടെ നിങ്ങൾ ഇടുന്ന വീഡിയോസ് ലക്ഷക്കണക്കിന് ലോകം മൊത്തം നടക്കുന്നുണ്ട്. ഇതൊന്നും അടിച്ചോടിക്കാൻ ആരുമില്ലല്ലോ. അതായത് എന്താ പറയാ, ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്മ ടൗണിൽ നിന്ന് ഒരു സംഭവം കാണിച്ചായിരുന്നു മാഡം. അതായത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യും, ഒരു വണ്ടി വന്നപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്ന പറഞ്ഞത് ഇത് കാണിച്ചപ്പോൾ പിറ്റേ ചാനലുകാർ കൊണ്ട് കോമാളിയാക്കി അമ്മയെ. പക്ഷെ അമ്മ ചെയ്ത് കറക്റ്റ് ആണ്. ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഈ അതായത് പഠിക്കുന്ന പിള്ളേര് ഇങ്ങനെ വട്ടം കിടക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു പോലീസുകാരൻ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഈ പിള്ളേർ പേടിച്ചാണ് വട്ടം കിടക്കുന്നത്, അപ്പുറത്തേക്ക് കിടക്കുന്നത് വണ്ടിക്കാരൻ അല്ലെ. ഞാൻ പറയുന്നതായിട്ട് പറഞ്ഞില്ല, വീഡിയോസിന് വേണ്ടി പറഞ്ഞില്ല. അപ്പൊ അമ്മ കാണിച്ചതിൽ ആളുകൾ കോമാളിത്തരമായിട്ട് കണ്ടിട്ട് ഈ തള്ള ജാടയാണ്, അവരെന്താണ് കാണിക്കുന്നത്, അവരെന്ത് പരിപാടിയാണ്, ഓവറാണെന്ന് പറഞ്ഞു. ഈ സ്ഥാനത്ത് അമ്മ കാണിച്ചതിൽ ഒരു നന്മയുണ്ടെന്ന് ആൾക്കാർ ചിന്തിച്ചില്ല. അവിടെ പോലീസുകാരെ നിർത്തിയിട്ട് ഇടയ്ക്ക് അമ്മ കാണിക്കില്ലായിരുന്നു. അമ്മയെ ചാനലിന്റെ പേര് പറഞ്ഞ 1-2 ചാനലുകാർ വന്നിട്ട് കോമാളിയാക്കി കണ്ടന്റ് ആക്കി എടുത്തു. അതാണ് അമ്മയ്ക്ക് പറ്റിയ ഇത്. അവര് വന്നപ്പോ അമ്മയ്ക്ക് അറിയില്ല കൊടുത്തു. ഞാൻ അവരോട് യോജിക്കില്ല, അതുകൊണ്ട് പറഞ്ഞാട്ടോ. അത് മാത്രല്ല ഇപ്പൊ അഭിലാഷിന്റേതായ കാര്യങ്ങൾ, അഭിലാഷ് ചെയ്ത കോമാളിത്തരങ്ങളോ അല്ലെങ്കിൽ അഭിലാഷ് ചെയ്യുന്ന കണ്ടന്റുകളോ മറ്റുള്ളവർക്ക് അരോചകമായിട്ട് തോന്നുന്നു. അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവരത് ചെയ്തില്ലേ, അതുകൊണ്ട് ഞാനിത് ഈ കമന്റ് ഇടാൻ വരുന്ന 101 പേരിലും നല്ലവരുണ്ടോ? ആരെങ്കിലും നല്ലവരുണ്ടോ? ഈ കമന്റ് ഇടാൻ വരുന്നവരിൽ ആരെങ്കിലും നല്ലവരുണ്ടോ? സ്വന്തം മുഖം നോക്കിയിട്ട് വേണം പറയാൻ. കാരണം വെച്ചാൽ കമന്റ് ഇടാൻ വരുന്നവരിൽ എല്ലാവരും എല്ലാ പരിപാടി ചെയ്തിട്ട് വന്നവരായിരിക്കും കമന്റ് വന്നിരുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ